പ്രിയ പ്രവാസികളെ, നിങ്ങൾ 30,000-ഓളം രൂപ നിങ്ങൾക്ക് മാസത്തിൽ വാടക കിട്ടുന്നുണ്ട്. പക്ഷെ മിക്കവാറും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് 20,000 ആയിരിക്കും. 10,000 രൂപ TDS ആയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു 10,000 നിങ്ങൾക്ക് എങ്ങനെ സേവ് ചെയ്ത് അതൊരു സീറോ ആക്കി മുഴുവൻ 30,000 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്താം. പലപ്പോഴും ഇൻകം ടാക്സിൽ സെക്ഷൻ 195 TDS ഫോർ NRIs ഡിഡക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മാക്സിമം റേറ്റാണ് TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നോർമൽ റെസിഡൻറ്റിൻ്റെ അടുത്ത് 1% കട്ട് ചെയ്യുമ്പോൾ ഒരു NRIൻ്റെ അടുത്ത് കട്ട് ചെയ്യുന്നത് മേ ബി അറൗണ്ട് 34% ആവാം. അതേപോലെ തന്നെ റെൻറ്റിൻ്റെ കേസിൽ 10% ഒരാളുടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ റെസിഡൻറ്റിൻ്റെ അടുത്ത് നിന്ന് NRIക്ക് അത് 34% ആവാം. ഇത്തരം സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സെക്ഷൻ 197 ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. ആ ഒരു ഓപ്ഷൻ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ TDS റേറ്റ് 34%-ൽ നിന്ന് വേണമെങ്കിൽ അത് 0% വരെ നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഏപ്രിൽ 2026 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട് ആപ്ലിക്കബിൾ ആവുകയാണ്. ആ ആക്ട് പ്രകാരം 0 ഡിഡക്ഷൻ ഓർ നിൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവില്ല. എങ്കിലും 1%-ഓ 2%-ഓ ഡിഡക്ഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. കൂടുതൽ വിവരങ്ങൾക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്യുക.